നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിലെ ജിദ്ദയിലേക്ക് പുറപ്പെട്ട ഇൻഡിഗോ വിമാനത്തിന് പാകിസ്ഥാനിലെ കറാച്ചിയിൽ എമർജൻസി ലാൻഡിംഗ്. ശനിയാഴ്ചയാണ് ഈ എമർജൻസി ലാൻഡിംഗ് ഇൻഡിഗോ പാകിസ്ഥാനിൽ നടത്തിയിരിക്കുന്നത്. വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരന് അടിയന്തര വൈദ്യസഹായം ആവശ്യമായി വന്നതോടുകൂടിയാണ് കറാച്ചിയിലെ ജിദ്ദ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനം ലാൻഡ് ചെയ്തത്. ഈ വിമാനത്തിലുണ്ടായിരുന്ന ഇന്ത്യക്കാരനാണ് അടിയന്തരമായി വൈദ്യസഹായം ആവശ്യമായി വന്നത്. വിമാനം ലാൻഡ് ചെയ്യുകയായിരുന്നു പാകിസ്ഥാനിൽ. ദില്ലിയിൽ നിന്ന് പുറപ്പെട്ട വിമാനം പാകിസ്ഥാനിലേക്ക് കടന്നപ്പോഴാണ് ഒരു പുരുഷ യാത്രക്കാരന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും വൈദ്യസഹായം ആവശ്യമായി വരികയും ചെയ്തത്. 55-കാരനായ ഇന്ത്യക്കാരനാണ് അടിയന്തര വൈദ്യസഹായം വേണ്ടി വന്നത്. ഉടൻ തന്നെ പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളറുമായി ബന്ധപ്പെടുകയും വിമാനം കറാച്ചിയിൽ ഇറക്കുകയും ചെയ്തു. യാത്രക്കാരന് വൈദ്യസഹായം ലഭ്യമാക്കിയ ശേഷം വിമാനം ജിദ്ദയിലേക്ക് പറക്കുന്നതിന് പകരം തിരികെ ദില്ലിയിലേക്ക് തന്നെ ഇറക്കി. അമേരിക്കൻ എയർലൈൻസ് വിമാനം അടിയന്തരമായി തിരിച്ചിറക്കിയിരുന്നു. ആ ഒരു വാർത്ത വന്നതിന് പിന്നാലെയാണ് ഈ ഒരു വാർത്തയും വന്നിരിക്കുന്നത്. എന്തായാലും പാകിസ്ഥാനിലേക്ക് വിമാനം ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ കേന്ദ്ര നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. പാകിസ്ഥാനിലേക്ക് ഒരു ഇന്ത്യൻ യാത്രക്കാരന് വേണ്ടി ഇറക്കുന്നതിൽ ദുരൂഹത എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യമൊന്നുമില്ല. അടിയന്തരമായി ഇറക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ ഇറക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. മറ്റ് സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ തന്നെ വിലയിരുത്തിയതിനു ശേഷം തന്നെയാണ് ഈ ഒരു എമർജൻസി ലാൻഡിംഗ് നടത്തിയത്. അതേസമയം അമേരിക്കയിൽ നിന്നും ഒരു എമർജൻസി ലാൻഡിംഗ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. നോർത്ത് കരോലിനയിലെ ഷാർട്ടിലേക്ക് പോവുകയായിരുന്ന വിമാനമാണ് താഴെ ഇറക്കിയത്. വിമാനത്തിന്റെ എഞ്ചിനിൽ പക്ഷി ഇടിച്ചതിനെ തുടർന്നാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. ന്യൂയോർക്കിലെ ലഗ്വാർഡിയ വിമാനത്താവളത്തിൽ നിന്ന് എയർബസ് A321 പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെയാണ് അപ്രതീക്ഷിതമായ സംഭവങ്ങൾ അരങ്ങേറിയത്. ടേക്ക് ഓഫ് ചെയ്ത ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഒരു പക്ഷി വിമാനത്തിന്റെ എഞ്ചിനിൽ ഇടിക്കുകയായിരുന്നു. യാത്രക്കാർ ശബ്ദം കേട്ടതോടുകൂടി ഭയന്നു. തുടർന്ന് വിമാനം ക്വീൻസിലുള്ള ഈ ജോൺ എഫ് കെന്നഡി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിട്ടു. പക്ഷി എഞ്ചിനിൽ തട്ടിയത് പ്രാഥമിക എഞ്ചിൻ സാരമായ കേടുപാടുകൾ വരുത്തിയതിനാലാണ് വിമാനം അതിന്റെ സെക്കൻഡറി എഞ്ചിനിലാണ് എമർജൻസി ലാൻഡിംഗ് നടത്തിയത് എന്ന് ന്യൂയോർക്ക് ആൻഡ് ന്യൂജേഴ്സി പോർട്ട് അതോറിറ്റി അറിയിച്ചു. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല. വിമാനത്തിൽ സംഭവ സമയം 190 യാത്രക്കാരും 6 ക്രൂ അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത്.